ക്രിസ്ത്യൻ ഭാവന മിരിയാം ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാൻ നിങ്ങളുടെ മിരിയാം അമ്മച്ചി. സഹോദരങ്ങളായ മോശയോടും അഹരോനോടും ഒപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനും മരുഭൂമി യാത്രയുടെ ദൗത്യത്തിനും ഭാഗമായിരുന്നു ഞാൻ. ചെറുപ്രായം മുതൽ സഹോദര സ്നേഹത്തിലും ബുദ്ധിയിലും വിവേകത്തിലും ഞാൻ ശ്രേഷ്ഠയായിരുന്നു. തക്ക സമയത്ത് പറഞ്ഞ ഉചിതമായ വാക്കും ഇടപെടലും മൂലം എൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആത്മീയ പാരമ്പര്യത്തിലും കൂട്ടായ്മയിലും ഞാൻ മുമ്പിലായിരുന്നു. അറിയപ്പെടുന്ന വർഷിപ്പ് ലീഡർ കൂടെ ആയിരുന്നു ഞാൻ. പാടുകയും ആരാധിക്കുന്നതിനൊപ്പം മറ്റു സഹോദരിമാരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അറിയപ്പെടുന്ന പ്രവാചക കുടുംബമായി മാറി ഞങ്ങൾ. എൻ്റെ സഹോദരൻ്റെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി തീർന്നു ഞാൻ. ഒരുപാട് ധാർമ്മിക ആത്മീയ ഗുണങ്ങൾ എനിക്ക് പറയുവാനുണ്ടായിരുന്നെങ്കിലും എൻ്റെ സഹോദരൻ്റെ വിവാഹത്തോടെ എന്നെ സ്വാർത്ഥത, അസൂയ, കുത്തിത്തിരിപ്പ്, അഹങ്കാരം ഒക്കെ ഉടലെടുത്തു. എൻ്റെ അഹങ്കാരം എനിക്ക് സമാധാനം നഷ്ടമാക്കി. സഹോദരൻ്റെ ഭാര്യയുടെ കുറവുകൾ കണ്ടെത്തുവാനും പ്രചരിപ്പിക്കാനും ഞാൻ ഉത്സാഹിച്ചു. എൻ്റെ അഹരോനാങ്ങളെയും എൻ്റെ പാപത്തിന് കൂട്ടാളിയാക്കി. ഞങ്ങൾ നിസ്സാരമെന്ന് കരുതിയ മത്സര മനോഭാവം, അസൂയ ഒക്കെ സഹോദരനെയും ഭാര്യയും ഏറെ വേദനിപ്പിച്ചു. പക്ഷെ അവർ നിശബ്ദത പാലിച്ചു. എൻ്റെ പാട്ടിൻ്റെയും ആരാധനയുടെയും മറവിൽ എൻ്റെ തെറ്റുകൾ മാഞ്ഞു പോകുമെന്ന് ഞാൻ കരുതി. പക്ഷെ നീതിയോട് വിധിക്കുന്ന ദൈവം ഞങ്ങളെ ശിക്ഷയ്ക്കേൽപ്പിച്ചു. അത് ഞങ്ങൾക്ക് വലിയ പാഠമായി തീർന്നു. ദൈവത്തിൻ്റെ തിരുത്തലുകളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങളെ തൻ്റെ ദൗത്യത്തിൽ പുനഃസ്ഥാപിക്കുകയും ഇസ്രായേലിൻ്റെ യാത്രയിൽ വീണ്ടും ഭാഗമാക്കി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ കത്ത് എഴുതുന്നതിൻ്റെ കാരണം ഞാൻ തിരുത്തപ്പെട്ട തെറ്റ്, പാപബോധവും സാമൂഹ്യബോധവും ഇല്ലാതെ പല സഹോദരിമാരും ഇന്ന് സമൂഹത്തിലും ഭവനത്തിലും സഭയിലും ചെയ്തു വരുന്നു. അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. നിങ്ങൾ മത്സരവും അസൂയയും വിമർശനവും ഒക്കെ മാറ്റിവെച്ച് പരസ്പര സ്നേഹത്തിലും ഉറച്ചു നിൽക്കുക. ശക്തിയോടും ജ്ഞാനത്തോടും ദയോടും കൂടി നേതൃത്വം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അതുല്യമായ വിളിയുണ്ടെന്ന് ഞാൻ പല അനുഭവങ്ങൾ കൂടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശാഠ്യവും നിഗളവും ഒരിക്കലും നമുക്ക് ഉപകാരമല്ല. അത് നമ്മുടെ ആത്മാവിനെയും ജീവിതത്തെയും ദുർബലമാക്കും. ഓരോ വ്യക്തിയുടെ ജീവിതവും ദൗത്യവും ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയാകുന്നു. മറ്റൊരാളുടെ വ്യക്തിത്വം ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ, വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയെ നാം ചോദ്യം ചെയ്യുകയാണ്. ആയതിനാൽ ബലഹീനത കണ്ടെത്താൻ ശ്രമിക്കാതെ മത്സരത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ നിന്ന് നമുക്കൊക്കെ വിട്ടു നിൽക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എസ്തറിനെ പോലെ ധൈര്യമുള്ളവളായിരിക്കുക. ഹന്നെ പോലെ പ്രാർത്ഥനയും സ്ഥിരോത്സവം ഉള്ളവളായിരിക്കുക. മറിയെപ്പോലെ പ്രത്യാശയുടെ വഴികാട്ടിയാകുക. സാറയെപ്പോലെ വാഗ്ദത്തത്തിലും വിശ്വാസത്തിലും കാത്തിരിക്കുക. ദെബോരയെപ്പോലെ ധീരതയിലും ജനത്തിൻ്റെ ഉദാഹരണത്തിലും നേതൃത്വത്തിലും നയിക്കപ്പെടുക. രൂത്തിനെ പോലെ വിശ്വസ്തതയിലും സമർപ്പണത്തിലും ആത്മീയ ബലത്തിലും ഉത്തമ മാതൃകയായി കാട്ടുക. ലുദിയെപ്പോലെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയാകുക. വിശ്വാസം, ധൈര്യം, സേവനമൊക്കെ നൽകി ദൈവരാജ്യത്തിനും സഭയ്ക്കും സമൂഹത്തിനും വഴികാട്ടിയായി തീരുക. കുഞ്ഞുങ്ങളെ, വീണ്ടും ഓർക്കുക ഈ മിരിയാം അമ്മച്ചിയെ. വീണ്ടും ഓർമ്മപ്പെടുത്തലുമായി സ്നേഹപൂർവ്വം നിങ്ങളുടെ മിരിയാം അമ്മച്ചി.